ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പിട്ട് ബ്ലീച്ചിനെ പറ്റിയുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, സാധാരണ നമ്മുടെ ഫെമ്മിൻ്റെ അതുപോലത്തുള്ള ബ്ലീച്ചുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതിനെ പറ്റിയുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ടുള്ള ഒരു ബ്ലീച്ചിനെ പറ്റിയാണ് നമ്മളിന്ന് പറയുന്നത്. ഇത് നമ്മുടെ മുഖത്തുള്ള ടാൻ മാറ്റാൻ വേണ്ടിയിട്ടും പിഗ്മെൻറ്റേഷൻ കുറച്ചൊന്ന് ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും പാടുകളൊന്ന് മാറാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുള്ള രോമം ചെറുതായിട്ടൊക്കെ ഒന്ന് കളർ ചേഞ്ച് ആവാൻ വേണ്ടിയിട്ടും, അതായത് നമ്മുടെ മുഖത്തൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വളരെ നല്ലൊരു മിക്കവാറും എല്ലാ സ്കിന്നുകാർക്കും ഉപയോഗിക്കാൻ പറ്റിയ വളരെ നല്ലൊരു ബ്ലീച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലീച്ച്. ഞാൻ വേറൊരു ഫോട്ടോ ആയിട്ട് കാണിക്കാം കേട്ടോ. നേച്ചേഴ്സിൻ്റെ ലാക്ടോ ബ്ലീച്ച്, മിൽക്ക് പ്രോട്ടീൻ ആൻഡ് ഹണി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇത് ഫുൾ അങ്ങനെയൊന്നും അറിയത്തില്ല. നമുക്ക് എന്തായാലും അറിയാലോ ഇതിനകത്ത് കുറേ കെമിക്കലൊക്കെ കാണും. പക്ഷെ നമ്മുടെ മറ്റേ ഫെമ്മിൻ്റെ ബ്ലീച്ച് പോലത്തുള്ള അത്ര വലിയ പ്രശ്നങ്ങളും ഇതിനില്ല. അപ്പോൾ ഇതിനെ തമ്മിലുള്ള കുറച്ച് വ്യത്യാസം പറയുവാണെങ്കിൽ, നമുക്ക് ഈ ബ്ലീച്ച് നമ്മുടെ ഇതുപോലത്തുള്ള ബോട്ടിൽ കിട്ടുന്ന ടാൻ റിമൂവൽ ബ്ലീച്ചിന്, അതായത് പിഗ്മെൻറ്റേഷന് നമ്മുടെ മുതൽ പാടുകളൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇതുപോലത്തുള്ള നമ്മുടെ ടാൻ റിമൂവൽ ബ്ലീച്ച് നമുക്ക് ഇങ്ങനെ മറ്റേതിനകത്താണെങ്കിൽ ക്രീം കാണും, ആക്ടിവേറ്റർ പൗഡർ കാണും. ആ ആക്ടിവേറ്റർ പൗഡർ എത്ര അളവ് ഇടണമെന്നുള്ളത് അവർ എഴുതിയേക്കും. അതിനനുസരിച്ച് നമ്മൾ ആ ക്രീമിൽ മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്തിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതുപോലത്തുള്ള ബ്ലീച്ചുകൾ, ഈ ബ്ലീച്ചിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ആക്ടിവേറ്റർ പൗഡറും ഒന്നുമില്ല. നമ്മൾ ക്രീം എടുക്കുക, മുഖത്ത് അപ്ലൈ ചെയ്യുക, ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേന് കഴുകി കളയുക, അത്രയും മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ മറ്റേ ബ്ലീച്ച് ആണെങ്കിൽ പ്രത്യേകം നമ്മൾ പറയും അത് കൈ കൊണ്ട് ഇടാൻ പാടില്ല. അതിനകത്ത് അവർ പ്രത്യേകമായ സ്പാച്ചിൽ തന്നിട്ടുണ്ട്. അത് വെച്ച് മാത്രമേ, ആ ചെറിയ സ്പൂൺ വെച്ച് മാത്രമേ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. പക്ഷേ ഈ ബ്ലീച്ചിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. അത് നമ്മൾ കൈ കൊണ്ട് വേണമെങ്കിലും മുഖത്ത് അപ്ലൈ ചെയ്യാം. മറ്റേ ബ്ലീച്ച് കൈ കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഈ ഹൈഡ്രജൻ പെറോക്സൈഡൊക്കെ വീഴുമ്പോൾ നമ്മുടെ കൈയുടെ തൊലി ഇങ്ങനെ ഇളകി വരുന്നത് പോലെ ആ ഫെമ്മിൻ്റെ ബ്ലീച്ചുകൾ നമ്മൾ കൈ കൊണ്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ തൊലി ഇങ്ങനെ ഇളകി വരും. പക്ഷേ ഈ ബ്ലീച്ച് നമ്മുടെ കൈ കൊണ്ട് ഇടാം, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അല്ല, നമുക്ക് പ്രത്യേകിച്ച് ഇത് സ്പൂണൊന്നും തരുന്നതും ഇല്ല കേട്ടോ. നമുക്ക് കൈ കൊണ്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അങ്ങനെ ഒരു പ്രശ്നമുള്ളതല്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫെമ്മിനെ പോലത്തുള്ള സാധാരണ ബ്ലീച്ചുകൾ നമ്മൾ ഇടുന്ന സമയത്ത് നമ്മുടെ മുഖം ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഈ ഉറുമ്പ കഴിയുന്ന പോലെ ഒരു പെരുപരാന്നൊരു ഇറിറ്റേഷൻ പോലെ തോന്നും സാധാരണഗതിയിൽ. അപ്പോൾ അത് കൂടുതലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാലും ഒരു ചെറിയ ഇറിറ്റേഷൻ നമ്മുടെ മുഖത്ത് തോന്നും. പക്ഷേ ഈ ബ്ലീച്ച് ഇട്ട് കഴിയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മുഖത്ത് അങ്ങനെയുള്ള റിയാക്ഷനോ അല്ല അങ്ങനെ അങ്ങനത്തെ ഉള്ള നമുക്കൊന്നും ഇറിറ്റേഷനൊന്നും തോന്നത്തില്ല. സാധാരണ പോലെ ഒരു ക്രീം ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ കഴുകി കളയുന്ന പോലെ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാ സ്കിന്നുകാർക്കും ഇടാനായിട്ട് പറ്റും. ഇത് ദിവസം ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. എന്നാലും നമ്മൾ ഒരു ബ്ലീച്ച് അല്ലേ, നമ്മൾ ദിവസം ഒന്നും ഉപയോഗിക്കേണ്ട, ആഴ്ചയിൽ ഒരിക്കലും വേണമെങ്കിലും ഉപയോഗിക്കാം. മറ്റേ നമ്മുടെ ഫെമിന ബ്ലീച്ചുകളൊക്കെ ആണെങ്കിൽ മാസത്തിൽ ഒരിക്കലാണ് ഉപയോഗിക്കാനായിട്ട് അവർ പറയുന്നത്. അതായത് 21 ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ ആ ബ്ലീച്ചുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ ദിവസവും ഇതിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിലും നമ്മളൊരാഴ്ചയിൽ ഒരിക്കൽ വേണമെങ്കിലും ഉപയോഗിച്ചാൽ കുഴപ്പമില്ലാത്ത തരത്തിലുള്ള ഒരു ബ്ലീച്ചാണിത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ സാധാരണ ബ്ലീച്ചുകളൊക്കെ ഇടുമ്പം മുഖത്ത് എന്തെങ്കിലും അലർജി ഉള്ളവരോ അല്ലെങ്കിൽ മുഖത്ത് ഇടാനായിട്ട് ഇഷ്ടമില്ലാത്തവർക്കോ ഒരു ദിവസം നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് കുറച്ചും കൂടെ വെളുക്കണം, അല്ലെങ്കിൽ നമ്മുടെ മുഖത്തുള്ള ടാനൊക്കെ എല്ലാം ഒന്ന് മാറി നമ്മുടെ മുഖം നല്ല ഗ്ലോ ആവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ബ്ലീച്ചാണിത്. ഞാൻ പൊതുവെ ഈ ഫെമ്മിൻ്റെ പോലത്തുള്ള അങ്ങനത്തുള്ള ബ്ലീച്ചുകളൊന്നും ഇടാറില്ല. എപ്പോഴെങ്കിലും ഇതുപോലെ ഫംഗ്ഷന് പോകുമ്പോൾ നമ്മുടെ മുഖത്ത് എന്തെങ്കിലും ടാനൊക്കെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചൊന്ന് ലൈറ്റായിട്ട് നമ്മുടെ മുഖത്തുള്ള ഹെയറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കളറൊന്ന് മാറണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഇടാൻ പറ്റിയ വളരെ നല്ലൊരു ബ്ലീച്ചാണ്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഫെമ്മിൻ്റെ ബ്ലീച്ച് എന്ന് ഞാൻ പ്രത്യേകം പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാട്ടോ. നമ്മുടെ മുഖത്ത് രോമം ചെമ്പിക്കാനായിട്ടും കുറച്ച് ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആ തരത്തിലുള്ള ബ്ലീച്ചുകളെ മൊത്തത്തിൽ ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്. ഫെമ്മിൻ്റെ ബ്ലീച്ച് ആണല്ലോ കുറച്ച് ഫേമസ് ആയിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഫെമ്മിൻ്റെ ബ്ലീച്ച് എന്ന് പറയുന്നത്. അപ്പം അതുപോലത്തുള്ള ബ്ലീച്ചുകൾ നമ്മൾ മുഖത്തിടുമ്പോൾ നമ്മുടെ മുഖം കുറച്ച് ഡ്രൈ ആവും. ബ്ലീച്ച് ഇട്ട് നമ്മൾ കഴുകി കളയുമ്പം കുറച്ച് ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ബ്ലീച്ച് നമ്മൾ മുഖത്തിടുമ്പോഴത്തേന് നമ്മുടെ മുഖം അങ്ങനെ ഡ്രൈ ആയതുപോലൊന്നും തോന്നില്ല. നല്ലൊരു ഗ്ലോ ഉള്ളതുപോലെ നമ്മുടെ മുഖത്ത് ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ പോലും മറ്റേ ബ്ലീച്ചുകളൊക്കെ ഇടുമ്പോഴത്തേന് നമ്മുടെ മുഖം ഭയങ്കരമായിട്ട് അങ്ങ് ഡ്രൈ ആയി പോകും. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ ബ്ലീച്ചിന് വരത്തില്ല. അപ്പം ഈ പ്രോഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാനിത് കുറേ നാളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ടാട്ടോ ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. അല്ലാതെ എനിക്ക് പൈസ തന്ന ആരെങ്കിലും പറയിപ്പിക്കുക അങ്ങനെയൊന്നുമല്ല. പിന്നെ ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യം എന്താ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ മുഖത്ത് രോമങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ സാധാരണ ഇടുന്ന ആ ഫെമ്മിൻ്റെ പുറത്തുള്ള ബ്ലീച്ചുകൾ നമ്മൾ ഇട്ടിട്ട് ശീലമായിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ഈ ബ്ലീച്ച് ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല, ഉറപ്പായിട്ട് കിട്ടത്തില്ല. കാരണം നമ്മുടെ മുഖത്തുള്ള രോമം എല്ലാം ഇങ്ങനെ ചെമ്പിച്ച കളർ പോലെ ഒന്നും ആവത്തില്ല.
ഇപ്പം നമ്മുടെ മുഖത്ത് കരുവാളിപ്പുണ്ട്, നമുക്ക് സ്കിൻ കെയർ ഒന്നും ചെയ്യാൻ പറ്റാതെ നമ്മുടെ മുഖം ഒന്ന് ഇരുണ്ടതുപോലെ ആയിട്ടുണ്ട്, നമുക്ക് നല്ലതുപോലെ മുഖത്ത് പിഗ്മെന്റേഷന്റെ പാടുകളുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ പാടുകളുണ്ട്, ഇതൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ മുഖത്തൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ മുഖത്ത് രോമം ചെറുതായിട്ടൊന്ന് ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബ്ലീച്ച്. അത്രയും മാത്രമേ നമ്മൾ ഈ ബ്ലീച്ച് കൊണ്ട് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ ഈ ബ്ലീച്ച് 175 രൂപയാണ് 100 ഗ്രാമിന്. അപ്പൊ നമുക്ക് ഓൺലൈനിൽ വില കുറച്ചൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാത്തതെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ ഞാൻ ഇട്ട വീഡിയോയിലും ഈ ബ്ലീച്ചാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ മുഖത്തുള്ള രോമം മാറാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബ്ലീച്ച് ഒന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ ഈ ബ്ലീച്ച് തന്നെയാണ് ഇട്ടത്. ചുമ്മാ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നു, 15 മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളയുന്നു. അപ്പം നമുക്ക് മറ്റേ ബ്ലീച്ചൊക്കെ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഉപയോഗിച്ച് നോക്കാൻ പറ്റിയ വളരെ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്ലീച്ചാണിത്. അപ്പം എല്ലാവരും ഉപയോഗിച്ച് നോക്കാം, ഇഷ്ടമുള്ളവർക്കൊക്കെ ഉപയോഗിച്ച് നോക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, വീഡിയോ പറ്റില്ല അപ്പുറം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എഴുതുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ബ്യൂട്ടി ടിപ്പുകൾ അല്ലെങ്കിൽ ഹെൽത്ത് ടിപ്പുകളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.